ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ചീസ് കേക്കാണ്. നമുക്ക് കുറച്ച് പനീർ ഉണ്ടാക്കണം. അതിനായിട്ട് 1 ലിറ്റർ പാല് അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. പിരിഞ്ഞ് തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇതിൽ വല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. അതിനുശേഷം ഒരു തുണിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതിലെ വെള്ളം മുഴുവൻ പോകണം വരെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ പനീറും ക്രീം ചീസ് 200 ഗ്രാം അതും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര് അരിച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. യോഗേർട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പുളിയില്ലാത്ത തൈരാണ് നമുക്ക് വേണ്ടത്. ആ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചുകൊണ്ട് വരാം. 30 ഗ്രാം ജലാറ്റിൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് സോക്ക് ചെയ്യണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബേസിനായിട്ട് മാരിഗോൾഡിൻ്റെ 12 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇത്തിരി കുറവാണ് കേട്ടോ. നിങ്ങൾക്കൊരു 10-20 ബിസ്ക്കറ്റ് എടുക്കണമായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ചെയ്യണത്. അതുകൊണ്ട് ഞാൻ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ 7 കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളർ രണ്ടും വ്യത്യാസമുള്ളതുകൊണ്ട് ഞാൻ 2 ആയിട്ട് തന്നെയാണ് കേട്ടോ വെച്ചേക്കണത്. ഇത് കോഫി ഫ്ലേവറുള്ള ഹൈഡ് ആൻഡ് സീക്കാണ്. അതുകൊണ്ട് കണ്ട പൊടിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു വ്യത്യാസം കണ്ട. അതുകൊണ്ട് ഞാൻ 2 ആയിട്ടാണ് വെച്ചേക്കണത്. 2ലേക്കും ഓരോ ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിൽ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതിൽ മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ മാരിഗോൾഡും മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു സ്പ്രിംഗ് ഫോം മോൾഡ് എടുത്തിട്ടുണ്ട്. അടിയിൽ തുറക്കാൻ പറ്റിയ ഒരു മോൾഡിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഫോം മോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ അതിലേക്ക് ഈ മാരിഗോൾഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ കയ്യിലുള്ളത് 8 ഇഞ്ചിൻ്റെ മോൾഡാണ്. നിങ്ങൾക്കൊരു 6 ഇഞ്ചിൻ്റെയോ 6.5 ഇഞ്ചിൻ്റെയോ ഒക്കെ മോൾഡ് കയ്യിലുണ്ടെങ്കിൽ അത് ഈ കേക്ക് നല്ല ഹൈറ്റിലേക്ക് കിട്ടും കേട്ടോ. സ്പ്രിംഗ് ഫോം മോൾഡാണ് ഇതുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. സാധാരണ മോൾഡാണെങ്കിൽ അതിൽ കുറച്ച് ബട്ടർ പേപ്പർ നീളത്തിൽ നീട്ടിയിട്ടിട്ട് അതിങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റിയ രീതിയിലാക്കി വെക്കണം. മാരിഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ പൊടി നമ്മൾ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ, നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ക്രീം ചീസും പനീറും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി, വെള്ളമില്ലാത്ത തൈരാണേ. ക്രീം ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ 3 ലിറ്റർ പാലിൽ 4-5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ക്രീം ചീസാവും. ക്രീം ചീസിന് നേരിയ പുളി ഉണ്ടാവും. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം മധുരം മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ജലാറ്റിൻ അതിപ്പോൾ സോക്കായി വന്നിട്ടുണ്ട്. അത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ വേറൊരു പാത്രം മുകളിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ജലാറ്റിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിൻ്റെ പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ഫ്രൈ പാനിലെ ജലാറ്റിനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരമുറി നാരങ്ങയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങാ നീര് ഒഴിക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഫ്രൂട്ട്സിൽ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് അവസാനം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇത് ആ സമയത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ക്രീം ചീസിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ജലാറ്റിൻ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം.
നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ജെലാറ്റിൻ ഒത്തിരി കട്ടയായി പോയായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ഡബിൾ ബോയിൽ ചെയ്ത് അതിനെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ആപ്പിള്, കുറച്ച് പഴം, ഞാലിപ്പൂവനാണ് ഞാൻ എടുത്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങളൊക്കെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കിവി എടുത്തിട്ടുണ്ട്. ഇനി 2 തരം മുന്തിരി, പച്ചയും റോസ് മുന്തിരി എടുത്തിട്ടുണ്ട്. രണ്ടും കുരുവില്ലാത്ത ടൈപ്പാണ് എടുത്തേക്കണത്. രണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാതള നാരങ്ങയും സ്ട്രോബെറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കളറ് കിട്ടും. ഇനി ഇത് ഫ്രിഡ്ജിലിരിക്കണ കേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ക്രീം ചീസിൻ്റെ മുകളിൽ പതുക്കെ വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് കിവിയാണ്. ബാക്കി ലിക്വിഡായിട്ട് ജെലാറ്റിൻ ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. ഞാൻ ഒരു രാത്രി മുഴുവൻ സെറ്റാക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.